ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിലും സാംബയിലും പഞ്ചാബിലെ ജലന്ധറിലും ഡ്രോൺ സാന്നിധ്യമെന്ന റിപ്പോർട്ടുകൾ. ഉദ്ധംപൂരിൽ ഡ്രോണുകൾ എത്തിയത് കരസേന നോർത്തേൺ കമാൻഡ് ആസ്ഥാനവും വ്യോമത്താവളവും ലക്ഷ്യം വെച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാംബയിൽ ഏതാനും ഡ്രോണുകൾ എത്തിയത് സ്ഥിരീകരിച്ച് സൈന്യം എല്ലാത്തിനെയും നശിപ്പിച്ചുവെന്നും ആർമി അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടു. എന്നാൽ ജലന്ധറിലെ ഡ്രോൺ സാന്നിധ്യം കളക്ടർ ഹിമാൻഷു അഗർവാൾ നിഷേധിച്ചു. സാമൂഹ്യവിരുദ്ധർ പടക്കം പൊട്ടിച്ചതെന്ന് വിശദീകരണം. ജമ്മു കശ്മീരിൽ നിന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, ചിലയിടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യമെന്ന റിപ്പോർട്ടുകൾ, ഒപ്പം ചില ബ്ലാക്ക് ഔട്ട് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ടല്ലോ. നിലവിലെ സ്ഥിതി എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീനാഥ്? ഉന്മേഷ്, ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ജമ്മു കശ്മീരിലെ സാംബയിലേക്ക് ആദ്യം കുറച്ച് ഡ്രോണുകൾ എത്തുന്നത്. പിന്നാലെ ഉദ്ധംപൂരിലും ഒപ്പം തന്നെ അഖ്നൂരിലും ഡ്രോണുകൾ എത്തിയതായുള്ള വിവരങ്ങൾ ലഭിച്ചു. ഈ ഡ്രോണുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സൈന്യം അറിയിക്കുന്നുണ്ട്. ഉദ്ധംപൂരിൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ വന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാംബയിൽ എത്ര ഡ്രോണുകൾ വന്നു എന്നതിന്റെ കൃത്യമായ എണ്ണമില്ലെങ്കിലും വളരെ കുറച്ച് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഖ്നൂരിലും ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെയാണ് ഡ്രോണുകൾ എത്തിയത്. ഏതായാലും ജാഗ്രതയിലാണ് അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ ഞാനുള്ളത് ജമ്മുവിലാണ്. ജമ്മുവിൽ ഇപ്പോൾ തന്നെ ബ്ലാക്ക് ഔട്ടിന് സമാനമായ കാഴ്ചകളാണ്. ഔദ്യോഗികമായ ഒരു അറിയിപ്പൊന്നും തന്നെ ഉണ്ടായിട്ട് തെരുവുവിളക്കുകളൊന്നും കത്തുന്നില്ല. ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചില ഇടങ്ങളിൽ ഡ്രോൺ സാന്നിധ്യം എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. മുൻകരുതൽ ഇല്ലാതെ ബ്ലാക്ക് ഔട്ടിന് സമാനമായ സ്ഥിതിയാണ് ജമ്മുവിൽ എന്നുകൂടി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. ശ്രീനാഥ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ശ്രീനാഥ്, പൂർത്തിയാക്കാം. അപ്പോൾ ഏതായാലും ജമ്മുവിൽ ഒരു ബ്ലാക്ക് ഔട്ടിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സാംബയിലും മറ്റും വന്ന ഡ്രോണുകളെ നശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ സമയമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി, ഒരു ഡ്രോൺ പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രകോപനം കഴിഞ്ഞ ഒരു മണിക്കൂറായി ഇപ്പോൾ ഇല്ല. അതിനു മുമ്പായിരുന്നു ഈ തരത്തിൽ വന്നത്. മാത്രമല്ല, പഞ്ചാബിലും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോഷിയാർപൂരിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു കരുതൽ എന്നുള്ള നിലയിലാണ്. ജലന്ധറിലും ഒപ്പം തന്നെ അമൃത്സറിലുമൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ജലന്ധറിൽ നേരത്തെ ഡ്രോണുകൾ കണ്ടു എന്നൊരു പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ അത് ഡ്രോണുകളായിരുന്നില്ല, ചിലർ പടക്കം പൊട്ടിച്ചതാണ് എന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അമൃത്സറിലൊക്കെ തന്നെ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അവിടെ പല മേഖലകളും ബ്ലാക്ക് ഔട്ട് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പോയ ഇൻഡിഗോ വിമാനം തിരിച്ചുവിട്ടിട്ടുണ്ട്. അതിനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോഴുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് മാറിയതും, രണ്ട്, ബ്ലാക്ക് ഔട്ട് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വിമാനം തിരികെ വിട്ടത് എന്നതാണ് അറിയുന്നത്. അമൃത്സർ അടക്കമുള്ള വിമാനത്താവളങ്ങൾ ഇന്നാണ് ഇപ്പോൾ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിമാനത്താവളങ്ങൾ അതിർത്തിയുമായി ചേർന്നുള്ള വിമാനത്താവളം അതിനുശേഷം പ്രവർത്തനം അങ്ങനെ വന്ന ഒരു വിമാനമാണ് ഇപ്പോൾ തിരിച്ചു വിട്ടിരിക്കുന്നത്. ഏതായാലും രാത്രി വലിയ ജാഗ്രത അതിർത്തി മേഖലകളിലാകെ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സൈന്യം നടത്തിയിട്ടുണ്ട്. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ആക്ടിവേറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണത്തിന്റെ ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉന്മേഷ്, ശരി ശ്രീനാഥ് ചന്ദ്രനാണ് ജമ്മുവിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.